ഇവിടെ എനിക്ക് പരിചയമില്ല. പിന്നെ ഇവിടെ കല്യാണം കഴിച്ച ശേഷം അവിടെ നിൽക്കാൻ തുടങ്ങിയത്. നമുക്ക് പിന്നെ വന്നത് ജില്ലാതലത്തിൽ എനിക്ക് ഇവിടെ വെച്ച് പരിചയമുള്ളത്. പിന്നെ മൊത്തം പറമ്പിൽ നമുക്ക് എൽപ്പിച്ചേട്ടനെ ചോദിച്ചു കഴിഞ്ഞാൽ എൽപ്പിച്ചേട്ടൻ പറഞ്ഞു തരും. എൻ്റെ ഇതൊക്കെ എന്ത് എൽപ്പിച്ചേട്ടനോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും. അത് നമ്മൾ എൻ്റെ ഒരു വിഷമം ഞാൻ പറഞ്ഞു തരും. പക്ഷെ സന്ധ്യയുടെ ഇതിനകത്തൊരു നമുക്കൊരു അവിടെ മരുന്ന് കൊടുത്ത് 4 മണിക്കൂർ ഓടുമ്പോഴത്തേക്ക് മരുന്ന് കൊടുക്കണം. അപ്പോൾ അതിനൊക്കെ എണീറ്റിട്ട് മരുന്ന് കൊടുക്കണം. വീഡിയോ പ്രസംഗിച്ചത് നമുക്ക് രണ്ടാമത് ഇതിനകത്ത് നമുക്ക് എടുക്കാം. എൻ്റെ അനിയത്തിയുടെ ഭർത്താവാണ്. എൻ്റെ അനിയത്തിയാണ്. അതുകൂടാതെ ഇപ്പോൾ ഇതിൽ പോയി 19-ാം തീയതി മാർച്ച് 19-ാം തീയതിയാണ്. അല്ല നെറ്റ്വർക്ക് ഇഷ്യൂ, ഇന്റർനെറ്റ് കണക്ഷൻ നോക്കാണ്, പക്ഷെ ഡേറ്റ ഓണാണ്. അവൻ പഠിച്ചതും ഞങ്ങൾ 7-ാം വാർഡില് പുന്നപ്പറ വടക്ക് ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിലായിരുന്നു. എനിക്ക് കോട്ടും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയായിരുന്നു. അപ്പം അവിടെയായിരുന്നു എനിക്ക് കൂടുതലും ആൾക്കാരൊക്കെ അവിടെയായിരുന്നു. പിന്നെ ഇവിടെ നമ്മൾ അങ്ങനെ നിൽക്കാറില്ല. പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ വലിയ അത്രയ്ക്ക് ഫ്രണ്ട്സ് ഇല്ല. പിന്നെ വിനോദനൊക്കെ കണ്ടപ്പോഴത്തേക്ക് അങ്ങനെ പിന്നെ വിനോദത്തിനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആശുപത്രി പോണേ 2 ദിവസം കൂടി അതിനെ വിളിച്ചത് ആശ. ഞങ്ങള് അവള് ഫാർമസിസ്റ്റ് ആയിട്ട് മറ്റേ നമ്മുടെ ജനൌഷധി അപ്പൊ അതിനൊരു ഞങ്ങള് മുറി നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ജനൌഷധി തുടങ്ങിയാൽ മതി. അപ്പൊ മുറി നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് 19-ാം തീയതി പോകുന്ന ഞങ്ങളുടെ 10ാമത് വെഡിങ് ആനിവേഴ്സറി ചെയ്യും. ഇതിൽ നമ്മളൊക്കെ ആശ കഴിച്ചതിന് ശേഷം അവർക്ക് കൊണ്ടുപോയിട്ട് ഭയങ്കര, അതായത് നമ്മൾ സിനിമയ്ക്കകത്ത് കാണുന്നത് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമാണ്. ഓരോ സംഭവങ്ങളും ഞങ്ങൾ മെഡിക്കൽ വിഭാഗത്തിലായതുകൊണ്ട് ഓരോ കാര്യങ്ങൾ എല്ലാം ഓപ്പോസിറ്റാണ് സംഭവം. അമ്മയ്ക്ക് വയ്യാതിരിക്കുക, അച്ഛനും വയ്യ. ഇപ്പം എല്ലാവരും ഉള്ളതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. എല്ലാവരും പോയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ പോയി കഴിയുമ്പോൾ ഞാൻ ചോദിക്കും ഇപ്പൊ തന്നെ ഞാൻ അവിടുന്ന് 3 ദിവസം കൂടി വേണം ഇവിടെ വരാൻ. യൂസിലെ മറ്റേ കാർഡിയോ ക്രൂസിലെ എന്ന് പറയുന്ന ഒരു ക്രൂഷിപ്പിലെ വർക്ക് ചെയ്തു. ഇപ്പൊ തന്നെ ഞാൻ നാളേക്ക് ഇപ്പം ഞാൻ പോയാൽ എന്ത് ചെയ്യും? കുഞ്ഞിൻ്റെ മൂത്താൾ, പിന്നെ മൂത്താളുടെ വേറൊരു പ്രശ്നം ഇത്തിരിയായിട്ട് അവൾ കരഞ്ഞിട്ട് സത്യവ അവളിങ്ങനെ മനസ്സിലിങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കുന്നു. സിനിമയെ കൊണ്ട് ചേർത്ത് വ്യാഴാഴ്ച ഇവിടുത്തെ സ്കൂളിലായിരുന്നു. അവിടുന്ന് അവള് പോയി 2 പേരും ചിമ്മിയെ കൊണ്ട് ചേർത്ത്
എന്നിട്ടങ്ങ് അറ്റാക്കാണെന്ന് പറഞ്ഞു തീർക്കും. ചെല്ലുന്നവരെയൊക്കെ അറ്റാക്ക് വന്നു ചെല്ലുന്നവരെ മൊത്തം. ഞാൻ ഈ പാതിരാപ്പള്ളി എത്തിയപ്പോഴെങ്കിലും എന്നോട് പറയുന്നത് മരിച്ചത് ഞാൻ പാതിരാപ്പള്ളി എത്തിയപ്പോഴത്തേക്ക് അതിൻ്റെ തലേദിവസം പോയി ECG എല്ലാ ടെസ്റ്റും എന്നോട് ടെസ്റ്റ്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാനോട് വരാൻ ആദ്യത്തെ ഒരു ഡേറ്റ് കിട്ടിയായിരുന്നു 24-ാം തീയതി. എല്ലാവർക്കും ഡോക്ടർ ക്രിസ്മസിന് അവധി പോയിട്ട് കിട്ടിയില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു ചേർത്തേട്ടാ ഇപ്പൊ ഡോക്ടർ 2 ദിവസം ഉണ്ട് ചുവയും വെള്ളിയുണ്ട് ചെയ്യും. കാരണം ഇത് 1 മണിക്കൂർ ഇതിലേ ഉള്ളൂ. അപ്പോഴത്തേക്ക് എന്നോട് വന്നിട്ട് ആരാണ് ഡോക്ടർ പേര് പറഞ്ഞില്ല. ഡെയിലി ഡോക്ടറാന്ന് പറഞ്ഞു. അപ്പോഴും ഈ 2 ദിവസം ചെയ്തിട്ടുള്ള ഈ ECG ഒക്കെയാണ് NRHM സ്കീമിൽ ചിലപ്പോൾ എടുക്കാൻ സാധ്യത അങ്ങനെ ഒന്നാണ് ഇങ്ങനെ വേണമെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഈ ഒരു സംഭവമാണ് ഭയങ്കര സാധ്യത 250 ശതമാനം ഇവിടെ നാട്ടിൽ അല്ലെങ്കിൽ വില വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു മുൻകരുത്തിലെങ്കിൽ ഞാൻ ആശായിട്ട് വിളിക്കും. WNC ഹോസ്പിറ്റലിന്റെ അനാസ്ഥയാണ് ഇത്. ചില ഒന്നാമത്തെ കാര്യം ഈ ഹോസ്പിറ്റലിൽ ഈ ആലപ്പുഴ ഈ ഒരു ഹോസ്പിറ്റലിലേ ചെയ്യത്തുള്ളൂ. ഉണ്ണിയായിരുന്നേ. നമ്മൾ ആരിഫ് വന്നില്ല. ആരിഫ് വന്നിട്ടുള്ള ഒരു പടക്കഷം വിളിച്ചിട്ട് കിട്ടിയില്ല. എനിക്ക് പിന്നെ പുള്ളി വിളിച്ചിട്ട് പുള്ളി വിളിക്കാൻ നമുക്ക് കേൾക്കാൻ പറ്റും. പുള്ളി വിളിച്ച് പറയുന്നത് പനിയാണ് ഇതാണ് ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാണ് പുള്ളി എന്നോട് പറയുന്നത്. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അവരുടെ ഇതിൽ ആരും നമ്മൾ വിളിച്ചിട്ടില്ല. ചേട്ടാ അത് FIR രജിസ്റ്റർ ചെയ്തിട്ട് ഇത്ര ദിവസമായിട്ട് എൻ്റെ ചിറ്റയാണ് ഏറ്റവും കൂടുതൽ അവർ വെളിയിൽ ചിറ്റയാണ് അവിടെ കൂടെ പോയത്. എന്നാൽ ചിറ്റയുടെ മൊഴിയുടെ ഒന്നും ആരും വന്നിട്ടില്ല. ഈ WNC എന്ന് പറയുന്ന ഹോസ്പിറ്റലിൻ്റെ അനാസ്ഥയാണ്. അതായത് ഈ ഡോക്ടർ 2 പേരും കൂടി ഈ മെയിനായിട്ട് ഈ ഗൈനക്കോളജിസ്റ്റും കുട്ടപ്പൻ എന്ന് പറയുന്ന ഡോക്ടറും ഈ രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ഡോക്ടർ സുജിത്ത് എന്ന് പറയുന്ന ഇയാൾ 2 പേരും കൂടെ ചെയ്തിട്ട് ഓപ്പറേഷന് ഇടയ്ക്ക് പിഴവ് സംഭവിച്ചു. അതിനകത്ത് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് ഈ മരണകാരണം എന്ന് പറഞ്ഞാൽ ലാപ്രോസ്കോപ്പിക് സർജറിക്കകത്തുണ്ടായ തലച്ചോറിന് ഓക്സിജൻ ഇല്ല. അപ്പം തന്നെ തലച്ചോറ് ഡെഡായി. തലച്ചോറ് ഡെഡായി കഴിഞ്ഞ് ഓൾറെഡി മരിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് കൊണ്ടുപോകണം. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നറിയോ, അവിടെ ചെന്നപ്പോഴത്തേക്ക് ഓൾറെഡി ഇവരോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മരിച്ചെന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കിയപ്പോൾ നമുക്ക് വെന്റിലേറ്റർ ബോയിലേക്ക് ട്യൂബ് ചെയ്തപ്പോൾ അതിൻ്റെ പ്രസിംഗ് കൊണ്ട് ഹാർട്ടിങ്ങനെ വർക്ക് ചെയ്യുന്നതായിട്ട് ഇങ്ങനെ പമ്പ് ചെയ്തു. അപ്പം നമ്മൾ നോക്കുമ്പോൾ കേൾക്കുമ്പോഴത്തേക്ക് ഇത് വെന്റിലേറ്റർ എന്നുമ്പോൾ കൃത്യമായിട്ട് ഗ്യാസ് എയറോടെ ചെല്ലുമ്പോൾ അനങ്ങും. അപ്പം ഞാൻ നമുക്ക് ഡോക്ടർ ശ്രീദേവി എന്നുള്ള നമുക്ക് ഡോക്ടറുണ്ട് നമ്മുടെ കുടുംബത്തിൽ സ്വന്തം. അപ്പോൾ അവർ പറഞ്ഞു അത് അങ്ങനെ നമ്മളൊന്ന് സമാധാനിക്കാൻ വേണ്ടി ഒരു ദിവസം അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് നമ്മൾ കയറി ചെല്ലും ഞാനും കയറി ചെന്നപ്പോഴത്തേക്ക് ഇത് മാത്രം വെറുതെ ഇത് കണ്ണിങ്ങനെ ആനങ്ങാൻ പറഞ്ഞു നടക്കുന്നത് ഒരു കൃത്രിമ പരിപാടിയാണ് സംഭവിച്ചത്. ഇത് ചെയ്ത സമയത്ത് ഈ കീബോർഡ് ചെയ്ത സമയത്ത് അവിടെ ഇത് ഇടുമ്പോൾ വേദന അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത്.
അപ്പോൾ ആലോചിക്കുക വേദന അറിയുമ്പോൾ അവിടെ എന്തൊക്കെ ചിന്തിച്ചു കാണും. അല്ല വേദന പറ്റില്ല, അതിനൊക്കെ മയക്കുമരുന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അറ്റാക്ക് ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ അറ്റാക്ക് ഉണ്ടാവും. അവർ പറഞ്ഞാൽ ശരിയാണ്. പക്ഷെ ആ അറ്റാക്ക് ഉണ്ടാക്കി ബ്ലീഡിങ് ഉണ്ടായി. ഈ ബബിൾസിലേക്ക് ട്യൂബ് വഴി ചെയ്തപ്പോഴത്തേക്ക് അത് ടച്ച് ചെയ്ത് മുറിഞ്ഞപ്പോഴത്തേക്ക് ബ്ലീഡിങ് ഉണ്ടായി. അങ്ങനെയാണ് ബ്ലീഡിങ് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്ലീഡിങ് ഇവിടെ വന്നിട്ട് ഹൃദയത്തിൽ കൂടെ ബ്ലഡ് പോകാതെ വന്നു, തലച്ചോറിൽ ഓക്സിജൻ കിട്ടാതെ വന്നു. തലച്ചോറ് അവിടെ വെച്ച് തന്നെ പരിപാടി ക്ലീനായി. അപ്പോഴത്തേക്ക് ഇവിടെ ഇത് മെഡിക്കൽ അനാസ്ഥയാണ്. അതിനുശേഷം മെഡിക്കൽ അനാസ്ഥയ്ക്ക് ശേഷം ഒരാൾ വന്നിട്ട് ഈ ചിറ്റ കിടന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷമാണ് ഈ ആംബുലൻസിൽ ഇവർ കയറാനായിട്ട് കൂട്ടാക്കിയത്. ഇവർ ഒരു മെഡിക്കൽ എത്തിക്സിൽ ഡോക്ടർ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണമെന്നുള്ള ഒരു ഇതുണ്ട്. കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുക്കണമെന്നുണ്ട്. ആ സമയം കഴിഞ്ഞ് 55 മിനിറ്റ് വരെ വെച്ചുകൊണ്ടിരുന്നതിന് ശേഷം ഇവർ ഈ സാധനം കൊടുക്കുന്നത്. അതിനുശേഷം ഇവിടുന്ന് ആംബുലൻസ് ഇല്ലെന്ന് പറഞ്ഞാൽ അതിന് പ്രശ്നം ഉണ്ടാക്കി. അതിനുശേഷം ഈ ചിറ്റയെ മാത്രമായിട്ട് കയറ്റി വിട്ടു വണ്ടിക്കകത്ത്. അപ്പോൾ ചിറ്റ പറഞ്ഞു ഞാൻ തന്നെ കയറുന്നില്ല, നിങ്ങൾ ആരെങ്കിലും ഇല്ലാതെ ഞാൻ എങ്ങനെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇവരെ കൊണ്ട് പോകുന്നത്. അപ്പം ഞങ്ങൾ ആദ്യമേ പറഞ്ഞു 55 മിനിറ്റ് മുമ്പ് ഞങ്ങൾ പറഞ്ഞു അമൃതയിലോ അല്ലെങ്കിൽ ലേക്ക് ഷോർ ഹോസ്പിറ്റലിലോ ഞങ്ങൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അവരത് സമ്മതിക്കാതെ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു നാടകം അവരവിടെ കളിച്ചു. ഈ ഹോസ്പിറ്റലിലേക്ക്, അതായത് മരണം ഇവിടെ തന്നെ ആയിരിക്കണമെന്ന് ഇവർ മുൻവിധി എഴുതി ഈ കേസിൽ. അതായത് പേഷ്യൻ്റ് ഒരു കാരണവശാലും അമൃത എന്ന് പറഞ്ഞ റിസർച്ച് സ്റ്റാൻഡ് ഇതാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ മരണ കാരണം കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിൽ ഒതുക്കി തീർത്തിട്ട് സർക്കാരിൻ്റെ ഈ ഇവർ ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ അനാസ്ഥയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇവിടെ കൊണ്ടുവരുന്നത്. ഈ മരണം സംഭവിച്ചതിന് ശേഷം ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് വരെ ഇവരുടെ ആൾക്കാരെ വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കളക്ടറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സംഭവങ്ങൾ മാറി മറിഞ്ഞ് ഞങ്ങൾ പറയുന്ന പോലെ പിന്നെ ഈ ഫോറൻസിക് ഡോക്ടർ നമ്മുടെ ജിഷ കുലക്കേസൊക്കെ അതിന് തുമ്പുണ്ടാക്കിയ ആളാണ് ഈ ഡോക്ടർ. ക്രിസ്ത്യൻ ഡോക്ടറെ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടാണ് രണ്ടാമത് പിന്നെ അവിടുന്ന് ഗവൺമെന്റ് ഈ സർക്കാരിന്റെ വീഴ്ച തന്നെയാണിത്. സർക്കാരിന്റെ ഈ ആരോഗ്യമന്ത്രി ഇത്രയും സാറിന് ശേഷം വിളിച്ചിട്ടും ഈ ആരോഗ്യമന്ത്രി വന്നിട്ടില്ല ഇതുവരെയായിട്ട്. ഇന്നലെ ആരിഫ് എം പി വന്നു. ആരിഫ് എം പി വന്നിട്ട് ആരിഫ് എം പി വിളിച്ചിട്ട് 3 പ്രാവശ്യം വിളിച്ചിട്ട് നാലാമത് ഇവർ വിളിച്ചിട്ട് അവർ പറയുന്നത് പിന്നെ മന്ത്രിക്ക് പനിയാണ്. ഇല്ലില്ല, പുള്ളിക്കാരൻ തന്നെ കസ്റ്റഡി ചെയ്തിട്ട് പുള്ളിക്കാരൻ തന്നെ വിളിച്ചിട്ട് പുള്ളിക്കാരൻ ഞങ്ങളോട് പറയുന്നുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, ഈ കാര്യം അറിഞ്ഞിട്ടുണ്ട്, എന്തുവാ അവർ പതിയൊന്ന് ഇൻവെസ്റ്റ് ചെയ്തു. പിന്നെ ഈ പോലീസ് അറിയുന്നത് നമ്മൾ പറയുന്നത് നല്ല ബാങ്കുകൾ നല്ല ആൾക്കാരെ ഇങ്ങനെയാണ് അപ്പൊ അവര് പറഞ്ഞത് ബാക്കിയുള്ളവരൊക്കെ അസൂര്യം പറഞ്ഞിട്ട് മതി. പക്ഷെ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായി ഡോക്ടർ മാറിയത് കൊണ്ടാണ് മറ്റുള്ളവരൊക്കെ മാറിയത്. പക്ഷെ ഇവരെ അറിയുന്നില്ലല്ലോ. അപ്പോഴും ചിറ്റ പറയുന്നത് ഞങ്ങൾ പറഞ്ഞില്ല ഡോക്ടർ ഐസിയിലോട്ട് കയറി കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ ചിറ്റ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറെ ഡോക്ടർമാരെ ഐസിയിലോട്ട് കയറി. അപ്പൊ അവരോട് ചിറ്റ ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചിറ്റ ഐസിയിലോട്ട് ചെന്നപ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ അമക്കിക്കൊണ്ടിരിക്കും, സീറ്റുകൾ കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് അവർ പറഞ്ഞു നിങ്ങൾ ഇവിടെ വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യാൻ പറ്റും. ചിറ്റ പുറത്താക്കി അവളുടെ മുന്നിലൊക്കെ ബ്ലഡാണ് ചെയ്തതാണ്. ബ്ലഡ് വേണ്ട ഒരു സാറിനെ നമുക്ക് ആവശ്യമാണ്. അയാളാണ് ചെയ്തത്. ഈ കുട്ടപ്പൻ ഡോക്ടറാണ് അവിടെ ഉണ്ടായത്. ഇത് ചെയ്തത് എന്താ ചിറ്റ ആൾക്കാർ ഇങ്ങോട്ട് കയറി ഓപ്പറേഷൻ തിയേറ്ററിൽ ഒബ്സർവേഷനിൽ കിടത്തിയിരിക്കുകയായിരുന്നു. ഡോക്ടർ വരുമ്പോൾ താമസിച്ചു. 9:45 ആയിട്ടുണ്ട് ഡോക്ടർ വന്നപ്പോൾ. അപ്പോൾ ഒരു ആൺ ഡോക്ടറെ കണ്ടു. ഈ ഡോക്ടറിൻ്റെ പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടപ്പൻ എന്നാണ് പറഞ്ഞു. പുറത്തു നിന്നവർ പറഞ്ഞു.
അന്നേരം ഈ ഒബ്സർവേഷൻ കിടത്തിക്കുമ്പോൾ അവർക്ക് അലർജി ടെസ്റ്റാണ് പറഞ്ഞത്. 2 കയ്യിൽ അലർജി ടെസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ കുറച്ച് നേരം കസേരയിൽ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ഇവിടെ അകത്തോട്ട് കൊണ്ടുപോയത്. ഒരു 10-25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒത്തിരി ഡോക്ടറാണ്, നേഴ്സാണോ ആരൊക്കെ ഇതിലോട്ട് ഓടിക്കുക. അപ്പോൾ ഒരു കേസേ ഉള്ളൂ, ഇതൊക്കെ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഓടിക്കയറുക ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത് ബഹളം പോലെ. അപ്പം ഞാൻ ചോദിച്ചത് എന്താ ഇങ്ങനെ നല്ല കുഴപ്പമുണ്ടോ അവർക്ക്? ഇവനൊരു കുഴപ്പമില്ല, ചോദിച്ചവിടെ ഇരുന്നു, ഒരു പ്രശ്നമില്ലെന്ന് തോന്നുന്നു. സമയം പോയിക്കൊണ്ടേയിരിക്കും. 10 മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് തോന്നിയിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്. അതാ ഇത്രയും പേര് ഇതിനകത്തോട്ട് കയറുക ഓടുക മെഡിസിൻ അല്ലാണ്ടൊക്കെ കൊണ്ടുവരികയൊക്കെ ചെയ്യും. അപ്പം ഞാനൊന്നും നോക്കിയില്ല, ഓടി നേരെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറുമ്പോൾ അവർ ടേബിളിൻ്റെ അടുത്ത് ഞാൻ ചെന്നു. ഓപ്പറേഷൻ നിറച്ച ആളിങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ ചോദിച്ചു, അയ്യോ നിങ്ങൾ ഈ കുഞ്ഞിനെ എന്ത് ചെയ്യുന്നു? പക്ഷെ ഞാൻ ബഹളം ഉണ്ടാക്കുന്ന കേട്ടോണ്ടാണ് ഇതിനെ വെളിയിലോട്ട് ഇയാളെ വെളിയിലോട്ട് കളിയാണ്. ഇവിടെ തന്നെ ഞാൻ ബഹളം വെച്ചാൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്തു കുഞ്ഞിനെ ചോദിച്ചാൽ ചേച്ചി പേടി കൊണ്ടുണ്ടായിരുന്നു. ചേച്ചി വെള്ളോട്ട് ഇറങ്ങി. ഞങ്ങൾ പറ്റത്തില്ല, ഞാൻ ഇറങ്ങിയിട്ടില്ല, ഏതെങ്കിലും ഒരു ആംബുലൻസ് വിളിച്ച് ഞങ്ങൾ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സൗകര്യം ഇല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. ഞാൻ എങ്ങോട്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്കേ ഉള്ളത് നിങ്ങൾ കരുതണ്ട. എൻ്റെ വീട്ടിലെ ആൾക്കാർ വിളിച്ച് ഇപ്പം തന്നെ വരും, ഞങ്ങൾ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാം. പറഞ്ഞാൽ ഞങ്ങൾ ചേച്ചി വന്ന് ബഹളം നിൽക്കുന്നു, ആംബുലൻസ് വിളിക്കാം. ഞാൻ കിടന്ന് ബഹളം നിൽക്കുന്നു, ഒരു ആംബുലൻസ് വിളിക്കാം. അവർക്ക് സ്വയം തോന്നുന്നില്ല ഒരു ആംബുലൻസ് വിളിച്ച് ഞാൻ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണമെന്നൊരു സ്വയം തോന്നിയില്ല. ഞാൻ കിടന്ന് ബഹളം നിൽക്കുന്നതുകൊണ്ട് വിളിക്കാവുന്നു. അന്നേരം പെട്ടെന്ന് ഒരു ആംബുലൻസ് വിളിച്ചിട്ടും 10 മിനിറ്റ് കഴിഞ്ഞു. സ്ട്രക്ചർ പോലും അവിടെ വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്ട്രക്ചറിലോട്ട് കിടത്തി. അപ്പോൾ ഈ ഡോക്ടർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ കണ്ടില്ല. താഴത്തോട്ട് കൊണ്ടുപോയി ഒരു ജീപ്പ് കണക്കത്തെ ഒരു ആംബുലൻസ് വന്നു. അതിലോട്ട് കയറാൻ പറ്റില്ല. അടുത്ത് വേറൊരു ആംബുലൻസ് വെന്റിലേറ്ററോ ഒന്നുമല്ല, വേറെ ഒന്നും. ചേച്ചി കയറും. ഞാൻ കയറത്തില്ല, ഡോക്ടർ കയറാം. ആദ്യം അനസ്തേഷ്യ ഡോക്ടർ കയറും, മറ്റേ ഡോക്ടർ ഇല്ല. ഡോക്ടർ കയറി ഇരുന്നിട്ട് ഞാൻ കയറും. ഡോക്ടർ കയറുന്നിട്ട് ഞാൻ കയറാന്ന് പറയും. ആ സമയം നിരന്തരം പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ ഫ്രണ്ടിലോട്ട് കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നേഴ്സുമാരെല്ലാവരും കയറി. ഞാനും കയറി. ആംബുലൻസിൽ പറയും അതിനകത്ത് കിടന്ന് അവിടെ കിടന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് അവർ വെന്റിലേറ്റർ ICU വേണമെങ്കിൽ 10 മിനിറ്റിനായി ലക്ഷോറിലോട്ടൊന്നും എത്തത്തില്ല. ക്രിറ്റിക്കലായിപ്പോയി ആൾ. അതുകൊണ്ട് വണ്ടാനത്തേക്ക് പോകാം. എന്തെങ്കിലും ആയിക്കോട്ടെ, അവിടെ ചെന്നിട്ടാണെങ്കിലും കൊണ്ടുപോകാൻ നമുക്ക് വണ്ടാനത്തേക്ക് അവർ കാഷ്വാലിറ്റി ICUലോട്ട് കയറ്റി. താഴെ ഒന്നുമില്ല, ഒരു സൗകര്യങ്ങളില്ല. അതിനകത്ത് കയറ്റി 10 മിനിറ്റ് കഴിഞ്ഞ് ശരിച്ചെന്ന് വിളിച്ചിട്ട് ആൾ മരിച്ചുപോയി. അപ്പം ഞങ്ങളുടെ ബഹളം, ഇവിടുത്തെ ബഹളം അത്രയും ജനങ്ങളെന്നാലും അവിടെ ഇരിക്കും. ആ ബഹളത്തിനിടയ്ക്ക് അവർ പറയും ഒരു ചെറിയ തലമുറ നമുക്ക് കാർഡിയാ ഡിപ്പെൻഡ് ഡോക്ടർ മെയിൻ മാഡം അവിടുത്തെ ചെറിയ ചലനം ഉണ്ടെന്ന് ഞങ്ങളുടെ ബഹളം അവിടുത്തെ ബഹളം അവിടെ ആശുപത്രി ശരിയാവില്ലെന്നൊന്നും അവർക്ക് മനസ്സിലായി. അല്ല മരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഉണ്ടായ ഒരു ആക്ഷൻ ഉണ്ടല്ലോ എല്ലാരും കൂടെ പാവപ്പെട്ടതെങ്കിലും. അപ്പൊ ഇവരെന്ത് ചെയ്തറിയോ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു പ്രതിഷേധം ഉണ്ടായിരിക്കും. നമ്മളെ ഡോക്ടറുടെ പേരെന്താ? അവര് തന്നെയാണ് പറഞ്ഞത് ജനിതകപരമായിട്ട് അസുഖമുണ്ടെന്ന് പറഞ്ഞത്. വന്നിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അതായത് അവർ അതിലേക്ക് ഈ സംഭവത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്തത്. അപ്പൊ ഞങ്ങൾ അങ്ങനല്ല, എന്നോട് സംസാരിച്ചത് അപ്പോഴത്തേക്കും ഞാൻ ഈ പ്രൊഫഷൻ ആയതുകൊണ്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ബ്രെയിൻ ഡെത്തായിട്ട് ഒരു പേഷ്യൻ്റൊക്കെ വെന്റിലേറ്ററിൽ ഇട്ടിരിക്കുന്നത്? ഞാൻ താമസിച്ചാണ് വന്നത്. അതെന്തുകൊണ്ട് നിങ്ങളത് ചെയ്തെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ആരാ നിങ്ങളോട് പറഞ്ഞത് ബ്രെയിൻ ഡെത്ത് ആയി? നിങ്ങളുടെ പറയുന്നതേ ഇവർ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോട് പറഞ്ഞത് ബ്രെയിൻ ഡെത്ത് ആയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ എന്തിനാ നിങ്ങൾ ഇത് ആരെ കാണിക്കാനാണ് ഞാൻ ICU കയറി ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല ബ്രെയിൻ ഡെത്ത് ആണെന്നൊന്നും. ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾക്ക് ആരെങ്കിലും വേറെ ഇൻഫർമേഷൻ തന്നെയായിരിക്കും ബ്രെയിൻ ഡെത്ത് ആയെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ ഇറക്കി ICU. അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കുന്നുണ്ട് എന്നെ ICU ഇറക്കിയിട്ട് പിന്നെ കേട്ടുന്നില്ല. അപ്പോഴാണ് പെട്ടെന്ന് ഇവരുടെ മാഡം പിറ്റേ ദിവസം രാവിലെ മറ്റേ റൗണ്ട്സിന് വന്നിട്ട് ഞങ്ങളെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ആശയ്ക്ക് ജനിതകപരമായിട്ട് എന്തെങ്കിലും അസുഖമുണ്ട്. കാരണം ഇവർക്ക് ഇത് വരുത്തി തീർക്കണം, കാർഡിയാക് അറസ്റ്റ് ആണെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാനായിട്ടുള്ളതിന് ഞങ്ങളോട് പറഞ്ഞു ജനിതകപരമായിട്ട് അസുഖം ഉണ്ടെന്ന് വെച്ചപ്പോൾ പറഞ്ഞു, എങ്ങനെയാണ് ജനിതകപരമായിട്ട്? ഇന്നേ ഒരു അസുഖമില്ല. ഈ 10 വർഷമായിട്ട് ഞങ്ങൾക്കറിയാം ഒരു അസുഖം ആശയ്ക്കില്ല, ഫിക്സോ ഒന്നും വന്നിട്ടില്ല. ഞങ്ങളിപ്പോൾ ഒരു അസുഖം കണ്ടുപിടിച്ചു, ബ്രുഗാഡ സിൻഡ്രോം എന്ന് പറഞ്ഞൊരു അസുഖമാണെന്ന് പറഞ്ഞു. ഹാർട്ട് വാൽവിന്
പമ്പ് ചെയ്യാൻ പറ്റാത്തൊരു അസുഖം, ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റാത്ത, അതാണ് ഇടയ്ക്കിടയ്ക്ക് കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഈ ഒരു സമയം കൊണ്ട് ഇവരുണ്ടാക്കുന്ന ഒരു കഥ കേട്ടോണം. എന്നിട്ട് അപ്പോഴത്തേക്കും ഞങ്ങൾ, അപ്പം ഞാൻ പറഞ്ഞേ ഈ 2 ഡെലിവറി കഴിഞ്ഞു, 2 കുഞ്ഞുങ്ങളെ നോർമൽ ഡെലിവറി. ഈ ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്, ആ സ്ട്രെസ്സിൻ്റെ സമയത്ത് എന്തെങ്കിലും ഒരു വേരിയേഷൻ വരണം. ഈ കഴിഞ്ഞ ദിവസം ECG എടുത്തപ്പോൾ നോർമൽ ECG, ഹാർട്ടിന് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ ആ ECGക്കകത്തും വേരിയേഷൻ കാണിക്കണം. ഇതെല്ലാം നോർമൽ ആയിട്ടുള്ള വ്യക്തിക്ക് ഇവരെന്താ പൊട്ടന്മാരോട് പറയുന്നതാണോ? ഈ ബ്രുഗാഡ സിൻഡ്രോം ആണോ, ഫിറ്റ്സ് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ പോസ്റ്റ്മോർട്ടം സർജനോട് അത് ഹാർട്ടിൻ്റെ ഒരു ഹാർട്ട് മസിൽസ് ഇല്ലേ, മസിൽ വീക്കായിട്ട് ഹാർട്ടിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്തതിനെ ഇത് തടയും. ഉണ്ട്, അത് റെയർ ആയിട്ട് വരുന്ന കണ്ടീഷൻ അത് ഇല്ല. അത് നമുക്ക് ഇതിനെ കുറിച്ച് അറിവില്ലെന്നുള്ള, ഞങ്ങളാരും പറഞ്ഞില്ല, മെഡിക്കൽ ഫീൽഡിൽ ഉള്ളവരാണെന്ന് പറഞ്ഞില്ല. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് ആണോ എന്നുള്ള രീതിയിൽ നിന്നു. നമുക്കറിയാലോ ലൂപ്പ് ഹോള്. എന്നിട്ട് ഈ പോസ്റ്റ്മോർട്ടം സർജനോട് ഞങ്ങൾ പറഞ്ഞു, സാർ ഇങ്ങനെയൊക്കെ എന്ത് ഉദ്ദേശത്തില്ല ഇവർ ഈ പറയുന്നതെന്ന് വെച്ചപ്പോൾ എന്താണ് അങ്ങനെ പറയുന്നതെന്ന് അറിയത്തില്ല, അത് നിങ്ങൾ അന്വേഷിക്കാൻ പറയണമെന്ന് പറഞ്ഞു. കാരണം അങ്ങനെ ഒരു വ്യക്തിക്ക് ECG നോർമലായിട്ട് വരത്തില്ല. പിന്നെ പോസ്റ്റ്മോർട്ടത്തിലത്ത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, മസിൽസിന് വരുന്നതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നോർമൽ ഡെലിവറി വന്ന സമയത്തെ ആശയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടണമെന്ന് പറഞ്ഞു. അതൊക്കെ നോർമലായിട്ട് ഇത്രയും 10 വർഷമായിട്ട് ഒരു കുഴപ്പമില്ലാതെ ഒരു കൊച്ചിന് ഇപ്പോൾ ഇവർ ഈ 2 മിനിറ്റിനുള്ളിൽ ഈ ഒരു അസുഖം കണ്ടുപിടിച്ചിട്ട് ഇതാണ് കാരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് വിശ്വസിക്കാനും? ഇവരാരും വിശ്വസിപ്പിക്കുന്നത്? എത്ര മണിക്ക് അവിടെ നിന്ന് ഇറക്കിയത്? WC ചെന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നപ്പോഴാണ് കോംപ്ലിക്കേഷൻ ആയി. അപ്പൊ എത്ര മണിക്ക് അവിടെ എത്തി? അല്ല വണ്ടാനത്ത് എപ്പോ എത്തി? ബ്രെയിൻ ഡെത്ത് ആയെന്ന് പറഞ്ഞത് അവിടെ ചെന്ന് എത്ര സമയം കഴിഞ്ഞപ്പോ? അവിടെ ചെന്നപ്പോ അതായത് ബേസിക് നോക്കിയ ആൾക്ക് ബ്രെയിൻ ഡെത്ത് ആണെന്ന് മനസ്സിലായതിനു ശേഷം ഇവര് വീണ്ടും സിനിമയെ വെല്ലുന്ന തിരക്കഥ അവരവിടെ ചിത്രീകരിച്ചു. അതായത് അവരുമായിട്ട് സംസാരിച്ച്, ഈ ഡോക്ടർ എന്തോ പറഞ്ഞു, അവരുമായിട്ട് സംസാരിച്ച് ഈ കൊടുത്തിരിക്കുന്ന മരുന്ന് ഈ 2 ദിവസം വെന്റിലേറ്ററിൽ കിടക്കുമ്പോഴത്തേന് ഇതിന്റെ കാഠിന്യം കുറയും. അപ്പൊ ഇത് പോസ്റ്റ്മോർട്ടത്തിൽ വരാനായിട്ടുള്ള ചാൻസ് അതിന് വേണ്ടിയിട്ടാണ് അവരവിടുത്തെ സൂപ്രണ്ടോ അങ്ങനെയല്ലോ അവരുടെ അസിസ്റ്റൻസും കൂടെയാണ് നോക്കിയത്. കണ്ടോട്ട് സർജന് ഈ അസോസിയേറ്റ് പ്രൊഫസർ ഫോറൻസിക്കിന്റെ ഫേമസ് ഡോക്ടർ സുധ അപ്പൊ അതിനുശേഷം ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ വെന്റിലേറ്ററിലോട്ടാ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് മെഡിസിൻ വെന്റിലേറ്ററിലോട്ട് കയറ്റി. അതൊരു എത്ര ദിവസം വെള്ളിയാഴ്ച ഒരു 12 മണിയോടെ ശനിയാഴ്ച 6:30 മരിച്ചത്. 20-ാം തീയതി വൈകുന്നേരം 6:30 ഡോക്ടർ ഉണ്ടായിരുന്നു. അവർ കയറിയത് കൊണ്ടാണ് അപ്പോഴും അവർ അറിയിക്കുന്നത്. ചോദിച്ചിട്ട് ആരും ഇല്ലാത്തതിനൊക്കെ അസൗകര്യം ഡോക്ടറാണ് മാറിയത്. ഒരു ദിവസം 9 കേസ് ഡെലിവറി ഞാൻ അവരോട് ചോദിച്ചു, ഡോക്ടറിനോട് ഞാൻ ആ ഡോക്ടറിനോട് ചോദിച്ചു, മേഡം സർജനോട് ചോദിച്ചപ്പോഴത്തേക്ക് അങ്ങനെയൊന്നും കുട്ടിക്ക് അങ്ങനെയൊന്നും കുഴപ്പമില്ലെന്നും. കാരണം അല്ല, ഇതിനകത്ത് നമുക്ക് വേറെ സംഭവമുണ്ട്. നമ്മുടെ ഇതിന്റെ ഒറിജിനൽ ECG ഉണ്ട്, ഇവരറിയാതെ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്, തെളിവ് ഞങ്ങളുടെ ഉണ്ട്.
ഇവരിനി ഈ സംഭവം സൃഷ്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ECG ആയിട്ട് നമുക്ക് മാച്ച് ചെയ്ത് നോക്കണമല്ലോ. അപ്പൊ അതിനകത്തുനിന്ന് ഇവർ പറയുന്നത് സ്റ്റേറ്റ്മെന്റ് അടിസ്ഥാനപരമായിട്ട് തെറ്റാന്നുള്ളത് മെഡിക്കൽ കോളേജ് നമ്മൾ പ്രിൻസിപ്പൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾ അത് മെഡിക്കൽ ഇപ്പൊ ചെയ്യണ്ട. പിന്നെ WNC അത് പുള്ളിക്കാരുടെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കണം. അന്ന് തുടങ്ങിയത് ഇവിടെ 2 വയസ്സായിട്ട് ചെയ്താൽ മതി. ആ ഡോക്ടറായി കുട്ടപ്പൻ എന്ന് പറയുന്നത് പുള്ളിയാണ്. ആദ്യം പേര് പറഞ്ഞില്ല. നിങ്ങൾ കണ്ട ഡോക്ടർ ലേഡി ഡോക്ടറുടെ പേരെന്തായിരുന്നു? ഭാര്യയല്ലേ? എനിക്കറിയാൻ അവിടുത്തെ അതവരുടെ ഭയങ്കര ഭാര്യയാണ്. ആയിക്കോട്ടെ വാടക ഞാൻ ചോദിക്കണത് ഡെയിലി ബേസിൽ കണ്ണുപോലും കാണാൻ പറ്റത്തില്ല ചെയ്യുന്ന സമയത്ത്. കാര്യമുണ്ട്. ഇവിടെ പ്രത്യേകം പോയി ഡോക്ടറെ കണ്ടതായിട്ട് ഇത്ര അറിവില്ലല്ലേ നമുക്ക്. നേരെ ആശുപത്രി ചെല്ലുകയല്ലേ. എല്ലാം കണ്ട് ശരിയായ ശേഷം ഡേറ്റ് കൊടുക്കത്തുള്ളൂ. ഞാൻ ചോദിച്ചത് കൊണ്ട് കുട്ടപ്പനെന്ന് മനസ്സിലായിരിക്കും ഡോക്ടറിന്റെ പേര്. അല്ല വെളിയിൽ നിന്ന് ആൾക്കാർ കരിയോടി ചോദിച്ചു. അവിടുത്തെ ജീവനക്കാരിയോട് ചോദിച്ചത് ഏത് ഡോക്ടറാണെന്ന് ചോദിച്ചു. അവളൊക്കെ അകത്തോട്ട് പോയല്ലോ. അപ്പൊ കുട്ടപ്പൻ എന്ന പേര് നമ്മളെ ഈ അറിയത്തില്ല. പാർട്ടിക്കാരാ നമുക്കറിയാം. ഒരു പാർട്ടിക്കാരാ. പക്ഷെ അവര് സത്യസന്ധമായിട്ട് പറയത്തില്ല. നമ്മുടെ വീടിനടുത്തുള്ളതാ, നമ്മുടെ പറവിലുള്ളതാ. എനിക്കറിയാവുന്നതാ. പക്ഷെ ഇന്നലെ നമ്മുടെ സുഖം വന്നപ്പോഴും പറഞ്ഞത് ഇതാണ്. അവരോട് ചോദിച്ചാൽ അവർ പറയത്തില്ല. അവര് മാറത്ത കാരണം അവരൊന്നാമത് പാർട്ടിക്കാരാണ്. ഞാൻ വിളിച്ചിട്ട് പോലും അവള് നിന്നില്ല. എനിക്ക് പരിചയമുള്ള ഒരു കൊച്ചകത്തോട്ട് ഓടി കയറും. ഞാൻ എന്നെ വിളിച്ചിട്ട് പോലും അവള് നിൽക്കുന്നില്ല. അവള് പറയുന്നത് എനിക്ക് ചേച്ചിയെ മനസ്സിലായില്ലെന്ന്. നമ്മുടെ നേരെ ഭാഗത്ത് താമസിക്കുന്ന കൊച്ചി. അവള് പറയും എനിക്ക് ചേച്ചിയെ മനസ്സിലായില്ലെന്ന്. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവളെ വിളിച്ചു ചോദിച്ചു നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ല അല്ലേ? പക്ഷെ ഇതെന്താ സൈലന്റ് ആക്കാൻ വേണ്ടി ഇവരെല്ലാം കൂടെ എല്ലാം കൂടെ ആദ്യം വന്നു. എന്നിട്ട് പറഞ്ഞ് നമുക്ക് മിനിസുകൾക്ക് എന്തെങ്കിലും ചെയ്യിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇവരെ സോപ്പിട്ട്. കാരണം ഈ പ്രശ്നം ഒന്ന് ഒതുങ്ങിപ്പോകണം. ആരും അറിയാതെ തുറന്നു പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വന്നിട്ട് ആദ്യം പറഞ്ഞിട്ട് പോയത്. അതിനുശേഷം യൂത്ത് കോൺഗ്രസിന്റെ ആൾക്കാർ വന്നു. അവർ വന്ന് ഞങ്ങൾ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ പോകണം. സുധാകരൻ സാറെ തന്നെ പറയട്ടെ. ഞാനായിരുന്നേ കണ്ടല്ലോ ഇവനൊക്കെ എംബന്റെ വീട്ടിൽ എല്ലായിടത്തും പറയുന്നതാണ് അങ്ങനെ രാഷ്ട്രീയം നോക്കാൻ ആള് ഈ ഇൻക്വസ്റ്റ് നേരത്തെ അയാളൊക്കെ ഇവിടെ പറഞ്ഞു നമ്മുടെ ഈ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ എന്ന് പറഞ്ഞു. രണ്ടാമത് ഇൻക്വസ്റ്റ് ചെയ്യാനൊക്കെ വന്നു. മെഡിക്കൽ സംബന്ധമായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്തൊക്കെ ഒന്ന് പറയാൻ പറ്റും. ഞാനിത് മോഹിക്കുന്നത് ഏറ്റവും ആദ്യം അത് രണ്ടാമത് പിടിച്ചു. ഇതൊക്കെ അന്ന് മറ്റുള്ളവരുടെ പോയതിനുമ്പോൾ നമുക്കിത് കാര്യം ചെയ്യാറില്ല. പക്ഷെ ഉള്ളിയോട് പറഞ്ഞപ്പോൾ ഉള്ളി അത് ലാഘവിച്ചുകൊണ്ട് ഞാൻ സാറിനെ വിളിച്ച് കാര്യങ്ങളൊന്നും പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയിൽ നമ്മൾ വിചാരിക്കുന്നില്ല. നമ്മൾ ഒരിക്കലും അവന്മാരെ ചിന്തിക്കുന്നില്ല. ആ ഒരു വിഷമത്തിലാണ് ഞാൻ വന്നപ്പോൾ പറഞ്ഞത്. നമ്മളിപ്പോഴും ഓൺലൈനായിട്ടും സോഷ്യൽ മീഡിയയിലൊക്കെ തകർത്ത് വാരിക്കൊണ്ടിരിക്കുന്നത് ക്യാമ്പയിൻ ചെയ്തിട്ട് ഞാനിപ്പം പോകുന്നത് ചോദിച്ചു. പിന്നെ ഒരു 4 മാസം കഴിഞ്ഞ് തിരിച്ചു പോകണമെങ്കിൽ അച്ഛനും അമ്മയും കല്യാണം കഴിച്ചു വന്നിരിക്കുന്നവരും കല്യാണം കഴിക്കുന്നവരും
സംഭവം ചെയ്തായിരുന്നു. അല്ല, ഈ ഹോസ്പിറ്റലിനെതിരെ ഒരു ശബ്ദം ഉയർത്താനായിട്ട് പറ്റുന്നില്ല. ഈ കഴിഞ്ഞ മാസം കൈനരിക്കാരുടെ കഴിഞ്ഞ പ്രാവശ്യം മാർച്ച് വെച്ചിട്ട് ഇവര് പാലക്കാട് വെച്ച് അടച്ചു. ഞാനില്ലേ ഞാനതാ ചെന്നത്. എനിക്കിവിടെ വലിയ ഈ പഴവീട്ടിൽ എനിക്കങ്ങനെ വലിയ പരിചയമില്ല ഇത്. പക്ഷെ എനിക്ക് പറവൂലായിരുന്നു. അപ്പൊ എൽപ്പിച്ചേട്ടനില്ലേ, എൽപ്പിച്ചേട്ടനൊക്കെ നമ്മുടെ സ്വന്തം ഒരു ചേട്ടനെ എൽപ്പിച്ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അല്ല എൽപ്പിച്ചേട്ടനൊക്കെ ഉള്ളപ്പോഴത്തേക്ക് നമ്മൾ അന്ന് പണ്ട് മുതൽ ആർസിസിന്റെ ശാഖയ്ക്കൊക്കെ പോകുമ്പോഴേക്കും നമ്മൾ കൊച്ചിനൊക്കെ ഞാനൊക്കെ പോകുമ്പോഴത്തേക്കും പുള്ളിക്കാരൊക്കെ ഉള്ളപ്പോഴുള്ള നമ്മൾ ആ ഒരു ഇതിലല്ല എത്രയോ വർഷത്തിന്റെ ഇതാണ്. അപ്പൊ എൽപ്പിച്ചേട്ടൻ